എറണാകുളം ജില്ലയിൽ ഇതുപോലൊരു വില്ല പ്രൊജക്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓരോ വീടുകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 6 വില്ലകളാണ് ഇതിനകത്ത് വരുന്നത്. ഓരോ വീടും ഭംഗിയുടെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ തന്നെയാണെന്ന് പറയാം. 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും വീടുകൾ പല ലാൻഡ് അളവുകളിലും പല സ്ക്വയർ ഫീറ്റുകളിലും ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇവിടെ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ആകും ഇതിനകത്ത് ഏത് വീട് എടുക്കണമെന്ന്. അതുപോലെ ഒന്നിനൊന്ന് ഭംഗിയായിട്ടാണ് ഓരോ വീടുകളുടെയും എലിവേഷൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് വീട് വരുന്നത്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പള്ളിക്കര എന്നാണ് സ്ഥലത്തിന്റെ പേര്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് വെറും 2.3 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വില്ലകൾ വരുന്നത്. ഓരോ വീടുകളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റാത്തതിനകത്തുള്ള ഒരു വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഒരു 4 ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന 6 വില്ലകളുടെ മിഡിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നൊക്കെ വളരെ അടുത്താണ്. വെറും 100 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ടിലേക്കുള്ള ദൂരം വരുന്നത്. നമുക്ക് മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. വളരെ കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാനുള്ളൂ. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ എടുത്ത് പറയേണ്ടതാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിന്റിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് എലിവേഷൻ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് പാകിയിരിക്കുന്നത്. നമുക്കിനി അവിടെ ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കും കൂടിയാണ് പെയിന്റിംഗ് ഉള്ളത്. നിങ്ങളുടെ 2 കാറുകൾക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ കാണുന്ന കാർ പോർച്ചിൽ ഒന്നാമത്തെ കാറിനും ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസിൽ രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള പെയിന്റിംഗ്, ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്ക് ഇതെല്ലാം കൊടുത്തിട്ടാണ് പോർച്ച് ആണെങ്കിൽ പോലും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വെല്ല് വരുന്നുണ്ട്. കിണർ നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നല്ല ആഴത്തിലുള്ള ഒരു വലിയ കിണറാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. മെറ്റൽ ചിപ്പ് ആണ് വിരിച്ചിരിക്കുന്നത്. എന്റെ പോർഷനിലായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു അലക്ക് കല്ല് കൂടി അവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കിയാലും നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയും മെറ്റൽ ചിപ്പ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ വർക്ക് ഏരിയയുടെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ വലിയൊരു സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല നീളത്തിലുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ലാൻഡ് അളവ് അറിയണ്ടേ? 4.9 ആണ്. 4.9 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വളരെ അടുത്താണ്. വെറും 6.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 14 കിലോമീറ്റർ, വൈറ്റിലയിലേക്ക് 19 കിലോമീറ്റർ, തൃപ്പൂണിത്തറ 15. എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് വെറും 40 മിനിറ്റ് കൊണ്ട് എത്താം. 23 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. ആഞ്ഞിലയിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ മരത്തിന്റെ വർക്കുകൾ വരുന്നത്. ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ വലിയ സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു വീടാണ്. 13-11 ഫീറ്റിലാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഫ്ലോർ ടൈലുകൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 2 വിൻഡോസ്, ഇവിടെ 3 വിൻഡോസ്, ഇവിടെ 4 വിൻഡോസ്. എല്ലാ വോളുകളിലും നല്ല രീതിയിൽ വിൻഡോസ് കൊടുത്ത് എയർ സർക്കുലേഷനും പുറത്തു നിന്നുള്ള സൺലൈറ്റും ഒക്കെ പോസിബിൾ ആക്കിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് TV യൂണിറ്റ് ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വയ്ക്കാവുന്ന രീതിയിൽ റിവോൾവിംഗ് ആ ഒരു മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എയർ ഹോൾസ് വരുന്നുണ്ട്. ഭംഗിയുള്ള ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. അതിനു മുമ്പായിട്ട് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. ഹാൻഡിൽസ് നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കിയാൽ കാണുന്നത് വാഷ് ഏരിയ ആണ്. ഭംഗിയായിട്ട് നല്ല 22 ക്യാരറ്റ് ഗോൾഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വാഷ് ബേസിന്റെ ആ ഒരു ഷേപ്പ് ആണെങ്കിലും കളർ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് വർക്കുകളും ഷെൽഫും മിററും എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ 3 വിൻഡോസും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഇവിടെ വിൻഡോസ് കൊടുത്തിട്ട് നമുക്ക് വീടിനകത്തൊക്കെ നല്ലൊരു വെളിച്ചം തന്നെ കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസ് എടുത്തു പറയേണ്ടതാണ്. 12.5 അടി നീളവും 11.5 അടി വീതിയുമുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. റൗണ്ട്, ഓവൽ ഷേപ്പ്, സ്ക്വയർ ഏത് ഡൈനിങ് ടേബിൾ വേണമെങ്കിലും നിങ്ങൾക്കൂടെ പ്ലേസ് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ആണ് കിട്ടുന്നത്.
ഇവിടെ 3 വിൻഡോസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. റൂഫിൽ വളരെ സിമ്പിൾ ആയ വർക്കുകളും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് ഓപ്പൺ കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാൽ വലിയൊരു വൈഡ് എൻട്രൻസ് തന്നെയാണ് കിട്ടുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഷെൽഫ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. എൻട്രൻസിൽ 2 ഹാങ്ങിങ് ലൈറ്റും ആണ് കിട്ടുന്നത്. വളരെ ഭംഗിയായിട്ടും സൗകര്യത്തോടു കൂടിയും ചെയ്തിരിക്കുന്ന ഒരു വലിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ പോലും നല്ല സ്പേസും ഉണ്ട്. എൻട്രൻസിൽ യാതൊരു തടസ്സവും കൂടാത്ത രീതിയിൽ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഗ്രേ കളർ ടൈലാണ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബീജ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ രണ്ട് ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് ഇവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെ വരുന്നുണ്ട്. ചുറ്റിലും നമുക്ക് 2 വിൻഡോസ് വെച്ചിട്ട് ഒരുപാട് വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ പുറത്ത് വർക്ക് ഏരിയയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതും കൂടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ബെഡ്റൂം ആണ്. ഈ ഒരു വോള് നല്ല ഭംഗിയായിട്ട് ഡിസൈനിലാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഭംഗിയുള്ള പെയിന്റിങ്സോ അല്ലെങ്കിൽ ഡെക്കർ പീസുകളൊക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ബെഡ്റൂമിന്റെ ഡോറിന് നമ്മൾ അധികം ഒന്നും കാണാത്ത ഭംഗിയുള്ളൊരു മോഡലാണ്, ആ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 വിൻഡോസ് ഇവിടെയും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്ന റൂഫ് ഇങ്ങനത്തെ വേണമെന്നാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു റീഡിംഗ് പർപ്പസിനായിട്ട് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. കബോർഡുകളും ഡ്രോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവിടെയാണ് ഭംഗിയായ കളർ കോമ്പിനേഷനിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ട്. ഭംഗിയായിട്ടാണ് ടൈലുകളുടെ കളറുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴിയിൽ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 3 വിൻഡോസും വരുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. വലിയൊരു ബാൽക്കണി തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് പാനലിംഗ് വർക്കുമാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ നേരെ കടന്നു വന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു ഹാള് തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ആ ഒരു വോളിലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റും കേബിൾ കണക്ഷൻ വരാനുള്ള പോയിന്റ് എല്ലാം അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 11 അടി വീതിയുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് നിറയെ വിൻഡോസ് കാണാം. ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. റൂഫിൽ പ്രത്യേകിച്ച് ഡിസൈനുകളൊന്നും കൊടുത്തിട്ടില്ല. ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും ഒരു റീഡിംഗ് ടേബിളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വോളിൽ വലിയൊരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിലുമാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയായി ഡിസൈനുള്ള ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. മൂന്നാമത്തെയും നാലാമത്തെയും ബെഡ്റൂമുകൾ ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 14 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ചുറ്റിനും നിറയെ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. റൂഫിൽ പ്രത്യേകിച്ച് ഡിസൈനുകളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെയായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ഗ്രേ കളർ ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. യാതൊരു കൺജഷനും കൂടാതെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തുള്ള ഡോർ തുറന്നാൽ നമുക്ക് നേരെ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വലിയ ബെഡ്റൂം ആണ്. 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു റീഡിംഗ് ടേബിൾ പർപ്പസിന് നിങ്ങൾക്ക് എന്തായിട്ട് വേണമെങ്കിലും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കോമ്പിനേഷൻ ഒക്കെ വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമും നല്ല സൗകര്യം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാർബിൾ ഹോംസ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ഒരു വില്ല പ്രൊജക്ട് ആണ്. മെയിൻ റോഡിന് വളരെ അടുത്താണ്. വെറും 100 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിൽ നിന്ന് ഈ കാണുന്ന വില്ല പ്രൊജക്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 6 വില്ലകൾ വരുന്ന പ്രൊജക്ട് ആണ്. ഒന്നിനൊന്ന് ഭംഗിയായിട്ടും സൗകര്യത്തോടും കൂടിയിട്ടാണ് ഓരോ വില്ലകളും ചെയ്തിരിക്കുന്നത്. 79 ലക്ഷം രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വില്ലകളാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്.
3 BHK ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് 79 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ സ്വന്തമാക്കാം. 1,10,00,000 രൂപ വരെയുള്ള ഭംഗിയുള്ള എലിവേഷനും സൗകര്യത്തോടും കൂടി ചെയ്തിരിക്കുന്ന വില്ലകൾ വരെയാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. പുതിയൊരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് ഇവിടെ വന്നാൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഒക്കെ വന്ന് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന വില്ലകൾ കൊണ്ട് തൃപ്തിയാവേണ്ടി വരും. അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് വിസിറ്റ് ചെയ്യാനായിട്ട് മാർബിൾ ഹോംസിനെ വിളിക്കേണ്ടതാണ്. ഈ ഒരു പ്രൊജക്ടിനകത്ത് ഒരു വീട് മാത്രമാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.9 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2250 സ്ക്വയർ ഫീറ്റ് ആണ്. 4.9 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. കിണർ വെള്ളമൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണേണ്ടതാണ്. ഒറിജിനൽ ആ ഒരു ചെങ്കല്ല് ചെത്തി ഉണ്ടാക്കിയിരിക്കുന്ന കിണറാണ്. അതും വളരെ ആഴത്തിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 88 ലക്ഷം രൂപയാണ്. 88 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മറക്കണ്ട, 79 ലക്ഷം തുടങ്ങി 1,10,00,000 രൂപ വരെയുള്ള പ്രൈസ് കാറ്റഗറികളിലാണ് ഇതിനകത്ത് വീടുകൾ വരുന്നത്. നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് പ്രൊജക്ട് വിസിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഏത് വീടാണ് വേണ്ടതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഏത് വീടിനാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ലോൺ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ നിന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകരുത്, പെട്ടെന്ന് വിളിക്കുക. ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തില്ല എങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ആണ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് നഷ്ടമാവില്ല. പെട്ടെന്ന് വിളിച്ചോളൂ. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.